بسم الله الرحمن الرحيم وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى صدق الله مولانا العظيم. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, കാരണവന്മാരെ, ഈ അനുഗ്രഹീത മജ്‌ലിസിൽ എത്തിച്ചേർന്ന സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് വലിയ അവസരം ലഭിച്ചു. അതിനാദ്യമായി അല്ലാഹുവിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിലേക്ക് സംഭാവന നൽകിയവരും ഉസ്താദുമാരുടെ ദുആ പ്രതീക്ഷിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരും, അള്ളാഹു എല്ലാവരുടെയും സദുദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു ഇതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദിൻ്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 44-45 ദിവസം കഴിഞ്ഞു. അല്ലാഹു തആല ആ ഉപ്പയുടെ ഖബർ വലിയ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു മകനെ ആലിമാക്കിയാൽ എത്ര നാടനായ വാപ്പയാണെങ്കിലും ഇൽമിനെ സ്നേഹിച്ച് മുത്തഅല്ലിമീങ്ങളാക്കിയാൽ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഗുണം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഉപ്പ മരിച്ചപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ കണ്ടു. ധാരാളം ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും സാദാത്തുക്കളും അതുപോലെ സജ്ജനങ്ങളും ധാരാളം വന്ന് ഫാത്തിഹ ഓതി യാസീൻ ഓതി ദുആ ചെയ്ത് തിരിച്ചു പോകുന്ന ആ ഒരു വലിയ സന്തോഷം, അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ ഉപ്പ ഒരു നാടനല്ലേ, ആ ഉപ്പ ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് മക്കളെ ഈ രൂപത്തിൽ വളർത്തിയത്. അതും അള്ളാഹു കബൂലാക്കുന്ന രൂപത്തിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അള്ളാഹു എല്ലാ കർമ്മങ്ങളും വഫാത്തിന് ശേഷം ഇതുവരെ നടന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിച്ച് ആ ഖബറിൽ അള്ളാഹു അത് വെളിച്ചമായി സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. കുടുംബത്തോടൊന്നിച്ച് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ പാട്ടുകാരനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ചോദിച്ചു, ഹൽ ഖുൽത ഫീ അബീ ബക്രിൻ ശൈഅ. നബി തങ്ങളെ പറ്റി ധാരാളം മൗലിദ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യളഉലി ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദ്, മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹസ്സാൻ എന്നവർക്ക് പള്ളിയിൽ ഒരു സ്റ്റേജ് തന്നെ ഒരുക്കി കൊടുത്തിരുന്നു എന്ന് കാണാം. അങ്ങനെ പല പാട്ടുകളും പല രീതികളിലും ചൊല്ലുന്ന ഹസ്സാൻ തങ്ങളോട് അവിടുന്ന് ചോദിച്ചു, ഹൽ ഖുൽത ഫീ അബീ ബക്രിൻ ശൈഅ. നിങ്ങള് എന്റെ കൂട്ടുകാരൻ അബൂബക്കറിനെ പറ്റി വല്ല മൗലിദും, നമ്മളെ ഭാഷ പറഞ്ഞ അബൂബക്കർ മൗലിദ് ഉണ്ടാക്കിയിട്ടുണ്ടോ, അബൂബക്കർ മൗലിദ് നിങ്ങൾ രചിച്ചിട്ടുണ്ടോ, അത് നിങ്ങൾ പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മഹാനകൾ പറഞ്ഞു, നഅം, ഉണ്ടല്ലോ, അബൂബക്കർ മൗലിദ് ഞാൻ രചിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു, ഖുൽ വ അന അസ്മഉ,
എന്നാ ചൊല്ല്, അബൂബക്കർ മൗലിദ് ഒന്ന് ചൊല്ല്, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലി, വസാനിയസ്നൈനി ഫിൽ ആരിൽ മുനീഫി വഖദ് ضافൽ അദൂ ബിഹി ഇദ് സ്വാഅദൽ ജബലാ إذ صعد الجبلا وكان حب رسول الله قد علموا من البرية لم يعدل به رجلا. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നല്ല മൗലിദ് ചൊല്ലി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആ ഗുഹയിൽ നിൽക്കുന്ന രംഗം അവിടെ നിന്ന് വിവരിച്ചിട്ട് പറയാണ്, മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, മുത്തുനബിയോട് അങ്ങേയറ്റം മഹബത്ത് വെച്ച, മഹാനവറുകളോട് കിടപിടിക്കുന്ന ഒരാളും ഇവിടെ ഇല്ല. അമ്പിയാക്കൾക്ക് ശേഷം ഒന്നാം നമ്പർ മഹാനവറുകളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് എന്നു തുടങ്ങിയ നല്ല മൗലിദ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൊല്ലിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വദഖത യാ ഹസ്സാൻ ഹുവ കമാ ഖുൽത. ഹസ്സാനെ, നീ പറഞ്ഞത് സത്യമാണ്, എൻ്റെ അബൂബക്കർ അങ്ങനെയാണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദ് ചൊല്ലിപ്പിച്ച് മഹാനവറുകളുടെ സ്മരണ നിലനിർത്താൻ പഠിപ്പിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ മുത്തുനബി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ലോകത്തോട് വിട പറയുന്നത് ജുമാദൽ ഉഖ്റ 22-നാണ്. ഈ മാസം അവിടത്തെ വഫാത്തായ മാസമാണ്. അതുകൊണ്ട് കുറച്ചൊരു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു മൗലിദ് എന്ന നിലക്ക് ബറക്കത്തിന് അല്പം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉസ്താദ് എന്നോട് പറഞ്ഞ കൃത്യസമയത്ത് ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് നേരത്തെ ഞാൻ പറയുന്നത് പോലെ ആരും ക്ലോക്ക് നോക്കേണ്ടതും ഇല്ല. അത് ഞാൻ നോക്കി കൃത്യമായിട്ട് ഞാൻ അവസാനിപ്പിക്കും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം ഞാനിവിടെ ഓതി വെച്ച ആയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്ന് തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയും. അങ്ങനെ വലിയ ബഹുമാനമാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. ഹബീബായ തങ്ങൾക്ക് അവിടത്തോടുള്ള മഹബത്ത് എത്രയാണ്. അവിടുന്ന് എന്തു പറഞ്ഞോ അത് മുഴുവനും ഒന്നും നോക്കാതെ ചെലവഴിച്ചിരുന്ന, മുത്തുനബിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന മഹാനായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങൾ പറഞ്ഞു, മാ നഫഅനി മാലു അഹദിൻ ഖത്തു മാ നഫഅനി മാലു അബീബക്കർ. അബൂബക്കറിന്റെ മാല്, സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ ഒരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട അബൂബക്കർ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ കരഞ്ഞുപോയി. അവിടുന്ന് ചോദിച്ചു, നബിയേ വഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്. അബൂബക്കറിന്റെ മാല് അങ്ങനെ ഒരു മാലില്ലല്ലോ നബിയേ. ഈ അബൂബക്കറും ഈ അബൂബക്കറിന്റെ സമ്പാദ്യവും ലക യാ റസൂലല്ലാഹ്, അത് മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ടതല്ല നബിയേ. അതുകൊണ്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു വേർതിരിവ് പറഞ്ഞത്? അബൂബക്കറിന്റെ മാലി എന്ന് പറഞ്ഞത് എന്തിനാണ് എന്ന് പറഞ്ഞ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നു. മാ നഫഅനി മാലു അഹദിൻ ഖത്തു മാ നഫഅനി മാലു അബീബക്കർ സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹായം ചെയ്തവരായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എത്ര പല വിഷയത്തിലും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിജയിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനൊരു പൂതി, എന്നെങ്കിലും മൂപ്പരൊന്ന് തോൽപ്പിക്കണം. നല്ല പൂതിയാണ്, അങ്ങനെ വെക്കല്ലോ. ആ നല്ല കാര്യത്തിൽ മത്സരം വെക്കാം.
നല്ല ബൂതിയാണ്. അങ്ങനെ ഒരു ദിക്കൽ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ അൻ നതസദ്ദഖ. മുത്തുനബി നാളെ വരുമ്പോ എല്ലാവരും സംഭാവന കൊണ്ടുവരണം. പിരിവ് അന്നുണ്ട്. മദീനത്തെ പള്ളിയിൽ നിന്നാണ് പിരിവ് നമുക്ക് മാതൃക. സുന്നത്ത് ജമാഅത്തിന്റെ ഏത് പരിപാടി നടക്കുകയാണെങ്കിലും പിരിവ് നിർബന്ധമാണ്. അതിനാണ് സ്വതക്ക നിർബന്ധാക്കിയത്. സ്വതക്ക സുന്നത്താണ്, പക്ഷെ എല്ലാ പ്രവർത്തകരും കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിനും പ്രവർത്തനങ്ങൾക്കും സ്വതക്ക, നമ്മുടെ പ്രസ്ഥാനം ഉലമാ പറയുമ്പോ നമ്മുടെയൊക്കെ വിഹിതം അതിലുണ്ടാവണം. അള്ളാഹു കൊടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. കൊടുത്തവർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ പിരിവില്ലാഞ്ഞാൽ ചിലർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, എപ്പോഴും പിരിവ് തന്നെ. പിരിവില്ലാഞ്ഞാൽ സുന്നത്ത് ജമാഅത്ത് നടക്കൂല, പൈസ ഇല്ലാഞ്ഞാൽ എന്ത് പരിപാടി നടക്കുക? ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ വരുമ്പോ എല്ലാവരും കുറച്ച് പിരിവ് കൊണ്ടുവരണം, സ്വതക്ക കൊണ്ടുവരണം എന്ന് പറഞ്ഞു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ പറഞ്ഞ സമയത്ത് നല്ല യോജിപ്പുള്ള സമയമാണ്. എൻ്റെ അടുത്ത് നല്ല സമ്പാദ്യം ഉണ്ട്, നല്ല പൈസ വന്ന സമയമാണ്. അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു, അൽ യൗമ അസ്ബിഖു അബൂബക്കർ, നാളെ ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും എന്ന് മഹാനവറുകൾ മനസ്സിൽ പൂതി വെച്ചു. അങ്ങനെ ഫജീതു ബിനിസ്ഫി മാലി, ഞാൻ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ പകുതിയും ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ബാക്കി പകുതി മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളൂ. എല്ലാ സ്വഹാബികളും അങ്ങനെ അവരുടേതായ കഴിവനുസരിച്ച് സ്വതക്ക കൊണ്ടുവന്നു. മുത്തുനബി എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എത്രയാണ് സ്വതക്ക ചെയ്തത്? എന്നോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക, ഉമറേ നീ എത്രയാണ് നിന്റെ കുടുംബത്തിന് വേണ്ടി നീക്കിവെച്ചത്? ഞാൻ പറഞ്ഞു, മിസ്ലഹു, ഇതിന്റെ പകുതി ഞാൻ എൻ്റെ കുടുംബത്തിന് നീക്കിവെച്ചിട്ടുണ്ട്. ചോദിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ, മാ അബ്ഖൈത ലി അഹ്ലിക, അബൂബക്കറെ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, അബ്ഖൈതു ലഹും അല്ലാഹ വറസൂലഹു, നബിയെ എൻ്റെ വീട്ടിൽ ഒരു സമ്പാദ്യമായി ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. ആകെ ഞാൻ എൻ്റെ കുടുംബത്തിന് നീക്കി വെച്ചത് അള്ളാഹുവിനെയും അവന്റെ തിരുദൂതരെയുമാണ് നബിയേ. വേറെ ഒന്നും ഞാൻ എൻ്റെ കുടുംബത്തിന് ബാക്കി വെച്ചിട്ടില്ല എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ പ്രഖ്യാപിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഉസാബിഖുക ഇലാ ശൈഇൻ അബദാ, നീ മരണം വരെ മൂപ്പരേറ്റ് മത്സരിക്കുന്ന പരിപാടിയില്ല. അത്രമാത്രം സമ്പത്ത് ചെലവഴിച്ച, ഉള്ളത് ചെലവഴിക്കാതെ, ചിലപ്പോൾ 1 രൂപയാണെങ്കിലും ഒരാൾക്ക് 1 ലക്ഷം ശമ്പളം ഉണ്ട്, അയാൾ 10,000 കൊടുക്കുന്നതിനേക്കാൾ വലുതാണല്ലോ. 10,000 റുപ്യ ശമ്പളമുള്ള ആള് 11 റുപ്യ കൊടുക്കൽ ഇതിനേക്കാളും വലുതാണ്. അപ്പൊ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ സംഭാവന. അപ്പൊ ആ രൂപത്തിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെലവഴിച്ചത് കൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത്, മാനഫഅനി മാലു അഹദിൻ ഖത്തു മാനഫഅനി മാലു അബീ ബക്കർ, അബൂബക്കറിന് മാല് ഉപകരിച്ചതുപോലെ എനിക്കൊരാളുടെയും മാല് ഉപകരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ആ രൂപത്തിൽ മുത്തുനബിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ പേര് അബ്ദുല്ലാഹ് എന്നാണ്, ഉപ്പയുടെ പേര് അബൂ ഖുഹാഫ എന്നാണ്, ഉമ്മയുടെ പേര് സൽമ എന്നവരാണ്. ആദ്യകാലത്ത് അവർ മുസ്ലിം ആയിട്ടില്ലെങ്കിലും പിന്നീട് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. മഹാനവറുകൾ ജുമാദൽ ഉഖ്റ 22-ന്
63-ാം വയസ്സിലാണ് മുത്തുനബിയുടെ അതേ വയസ്സ് 63-ാം വയസ്സിലാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. മഹാനവറുകൾ സത്യസന്ധത കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ മഹാനായിരുന്നു. സത്യസന്ധനായ കച്ചവടക്കാരനായിരുന്നു. അന്നു തന്നെ ധാരാളം സ്വതക്ക ചെയ്യുന്നവരായിരുന്നു. മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് തന്നെ വിശുദ്ധ ജീവിതം നയിച്ചവരാണ്. കട്ടൻ ചായ കുടിക്കുന്നത് പോലെ കള്ളു കുടിച്ചിരുന്ന ഡാർക്ക് ഏജിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല. എല്ലാ മൂലയിലും ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിക്കുന്ന കാലം ഒരു ബിംബത്തിന്റെ മുന്നിലും ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലകുനിച്ചിട്ടില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി മുത്തുനബി പറഞ്ഞ മറ്റൊരു ബഹുമാനം, മാദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി, ഞാൻ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോ, ഇസ്ലാമിലേക്ക് ഞാൻ പ്രബോധനം നടത്തുമ്പോ, ഇല്ലാ കാനത് ലഹു അൻഹു കബവത്തുൻ വതറദ്ദുദുൻ വനദുറുൻ, ആരെ ഞാൻ ഉപദേശിക്കുമ്പോഴും അവരെന്നോട് ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അവർ എൻ്റെ സംസാരത്തിൽ ആശങ്ക പ്രകടിപ്പിക്കാറുണ്ട്. അവരെന്നെ സംശയത്തോടെ വീക്ഷിക്കാറുണ്ട്. ഇല്ലാ അബൂബക്കരി, ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ഒരു സംശയവും വെക്കാതെ ഒരു ആശങ്കയും പ്രകടിപ്പിക്കാതെ ആദ്യമായി പെട്ടെന്ന് തന്നെ ഇസ്ലാമിലേക്ക് വന്ന് എന്നെ വിശ്വസിച്ച് സ്വീകരിച്ച മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരാൻ ഒരു കാരണം മഹാനായ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ചരിത്രത്തിൽ കാണാം. സുബുലുൽ ഹുദ വറഷാദിൽ സംഭവമുണ്ട്, മറ്റു പല കിതാബുകളിലുമുണ്ട്. മഹാനവറുകൾ ഷാമിൽ കച്ചവടം നടത്തുമ്പോ ഒരു സ്വപ്നം കണ്ടു. എല്ലാവർക്കും അറിയാം. ആ സ്വപ്നത്തെ കുറിച്ച് അവിടുത്തെ ഒരു പണ്ഡിതനെ, ഒരു റാഹിബിനെ ചെന്ന് വിഷയം അന്വേഷിച്ചു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളാരാണ്? ഞാൻ മക്കയിൽ നിന്നാണ്. കുടുംബമേതാണ്? ഖുറൈശിയാണ്. ജോലി എന്താണ്? കച്ചവടമാണ്. എങ്കിൽ നിങ്ങളുടെ സ്വപ്നം അല്ലാഹു അത് നടപ്പിലാക്കും, അല്ലെങ്കിൽ നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഫഇന്നഹു യുബഅസു നബിയ്യും മിൻ ഖൗമിക, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രവാചകൻ വരാനുണ്ട്. തകൂനു വസീറഹു ഫീ ഹയാതിഹി വ ഖലീഫതഹു ബഅദ മൗതിഹി, ആ പ്രവാചകന്റെ ജീവിതകാലത്ത് നിങ്ങൾ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, ആ പ്രവാചകന്റെ മന്ത്രിയാണ്, രണ്ടാമനാണ് നിങ്ങൾ ഉണ്ടാവുക. ഖലീഫതഹു ബഅദ മൗതിഹി, ആ പ്രവാചകൻ വഫാത്തായാൽ അവരുടെ പ്രതിനിധിയാണ്, ഒന്നാമത്തെ ഖലീഫയാണ് നിങ്ങൾ. ഫഅസറഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ആരോടും പറയാതെ അത് രഹസ്യമാക്കി വെച്ചു. ഒരാളോടും പറഞ്ഞില്ല, ബർക്കത്തിന് മനസ്സിനോടും പറഞ്ഞില്ല, അവിടെ രഹസ്യമാക്കി വെച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബുവത്തുമായി വന്നു, പ്രവാചകത്വ പദവി ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനിലേക്ക് ക്ഷണിച്ചു. ഇലാഹുക്കും ഇലാഹു വാഹിദ്, ഏകനായ ഇലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹു, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഇലാഹുകളൊന്നും ആരാധിക്കപ്പെടേണ്ടതല്ല, അഥവാ അവർ ഇലാഹുകളല്ല എന്ന ഹക്കായ വിഷയവുമായി മുത്തുനബി വന്നപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിച്ചു, മദ്ദലീലു അലാ മാ തദ്ഈ, നിങ്ങൾ നബിയാണ് എന്നതിന്റെ തെളിവെന്താണ്? ഉടനെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, അർറുയല്ലത്തി റഅയ്ത ബിശ്ശാം, നിങ്ങൾ ആ കച്ചവടം ചെയ്യുമ്പോൾ ഷാമിൽ വെച്ച് കണ്ട സ്വപ്നല്ലേ, അതാണ് ഞാൻ നബിയാണ് എന്നതിന് തെളിവ്. ഇനി ഒന്നും ആലോചിക്കണ്ട. ഫആനഖഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വഖാല അശ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നതിൽ ഒരു സംശയവുമില്ല. മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാമി ഇല്ലാ കാനത് ലഹു അൻഹു കബവത്തുൻ വതറദ്ദുദുൻ വനദുറുൻ ഇല്ലാ അബൂബക്കർ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ
ആ ഇസ്ലാമിന്റെ തുടക്കം മുതൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുഹബത്തായി. വെറുതെയല്ല, ഇത് യഖൂലു ലി സാഹിബിഹി, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മുത്തുനബിയുടെ ക്ലോസ് ഫ്രണ്ട്, ഇത് യഖൂലു ലി സാഹിബിഹി, നബി തങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഖുർആൻ കൊടുത്തത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അത് വെറുതെ കിട്ടിയതല്ല. തുടക്കം മുതൽ തന്നെ മുത്തുനബിയുടെ കൂടെ, ഏത് വിഷയത്തിലും മുത്തുനബിയുടെ കൂടെ. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ അന്ന് ഇസ്ലാമിൽ 8-10 ആളുകളുള്ള സമയമാണ്. രഹസ്യമായ പ്രബോധനം നടത്തുന്ന സമയമാണ്. മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയേ, ഹക്കായ ദീനല്ലേ ഇത്? അതെ, പരസ്യമായ പ്രബോധനം നടത്തട്ടെ. സിദ്ദീഖേ, അന്ന് സിദ്ദീഖ് പേരിട്ടിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നമുക്ക് ആള് കുറവാണ്, അതുകൊണ്ട് പ്രയാസമുണ്ടാവും, അതുകൊണ്ട് നമ്മൾ പരസ്യമായിട്ട് ഇപ്പൊ ചെയ്യണ്ട. മഹാനവർ പറഞ്ഞു, എന്തിന് പേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ചപ്പോ കഅബയുടെ പരിസരത്ത് മുത്തുനബി തങ്ങളുടെ പ്രസിഡൻസിയിൽ, അധ്യക്ഷതയിൽ, അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ പ്രഭാഷകനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടെ അപ്പുറപ്പുറക്കെ അബൂജഹലും കൂട്ടരും ഇങ്ങനെ അവിടെയും ഇവിടെ ഇരുന്ന് സ്വറ പറയുന്നുണ്ട്. ഇവിടെ മുത്തുനബിയുടെ അധ്യക്ഷതയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല ശ്രവണ സുന്ദരമായ വഅദ് നടത്തുമ്പോ കേട്ടാസ്വദിക്കുന്നു ശത്രുക്കൾ പോലും. ആ ശത്രുക്കൾ കേട്ടപ്പോ നേതാക്കന്മാര് പേടിച്ചുപോയി. അബൂബക്കറിന്റെ വഅദ് കേട്ടാൽ ആ മതത്തിലേക്ക് ഇവര് പോയാലോ എന്ന് പേടിച്ച് നേതാക്കന്മാരിൽ ചിലർ ഓടി വന്ന് അവര് ധരിച്ച മെതിയടി മരം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ്, ആ ചെരുപ്പ് ഊരിയെടുത്തുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് അവര് തുരുതുരാ അടിക്കുന്നു. അവിടത്തെ മൂക്ക് തകർന്നു പോകുന്നു. വേദന സഹിക്കവയ്യാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം കെട്ടുപോയില്ലേ. ഏറെ നേരം കഴിഞ്ഞിട്ടാണ്, ഞാൻ ആ ചരിത്രം ചുരുക്കുകയാണ്, ഏറെ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ബോധം തെളിഞ്ഞത്. ക്ഷീണമുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അവരുടെ ഉമ്മ ഒരു ഗ്ലാസ് വെള്ളവുമായി ഭക്ഷണവുമായി അവിടെ വന്നു നിൽക്കുന്നു. മോനെ, ക്ഷീണമകറ്റൂ. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഐന റസൂലുള്ളാഹ്, എന്റെ ഹബീബായ മുത്തുനബി എവിടെയാ? എന്നെ അവർ ഇത്രമാത്രം തല്ലിയിട്ടുണ്ടെങ്കിൽ മഹാനായ മുത്തുനബിയെ അവർ എത്രമാത്രം ആക്രമിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് മുത്തുനബിയുടെ വിവരം കിട്ടാതെ ലാ അദൂഖു തുആമൻ വലാ അശ്റബു ശറാബാ, എനിക്കൊരു ഗ്ലാസ് വെള്ളവും ആവശ്യമില്ല, ഒരു ഭക്ഷണവും എനിക്ക് ആവശ്യമില്ല. ഐന റസൂലുള്ളാഹ്, എനിക്ക് മുത്തുനബി എവിടെയാണെന്ന് അറിയണം. ചുരുക്കി പറയട്ടെ, ദാറുൽ അർഖമിലുണ്ടെന്ന വിവരം കിട്ടിയപ്പോ അവിടേക്ക് വളരെ പ്രയാസപ്പെട്ട് വളരെ ശ്രമകരമായി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ചെല്ലുന്നു. ഹബീബായ മുത്തുനബി തങ്ങളെ കണ്ടപ്പോ നബി തങ്ങളുടെ ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു. അവിടുന്ന് മുത്തുനബി ചോദിച്ചു, യാ അബൂബക്കർ, എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, ബി അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ലൈസ ബി ബഅസുൻ ഇല്ലാ മാ നാലന്നാസു മിൻ വജ്ഹി. നബിയെ, അവരെന്നൊരു തല്ല് തല്ലിയപ്പോ ചെറിയൊരു പരിക്ക് എന്റെ മുഖത്ത് പറ്റി എന്നതിനപ്പുറം എനിക്കൊരു വിഷമവുമില്ല നബിയേ, അങ്ങേക്കൊരു കുഴപ്പവുമില്ല എന്ന് കേട്ടപ്പോ എന്റെ എല്ലാ വേദനയും മാറിപ്പോയി നബിയേ. ഇതിന്റെ ഉമ്മയാണ്, മുസ്ലിമായിട്ടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു രംഗം അവിടെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിയോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, എത്രമാത്രം മഹബത്തുണ്ടായിരുന്നു. അവരെ മാത്രം പഠിച്ചാൽ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ.
ഇനി നോക്കൂ, നിങ്ങൾ മഹാനവറുകളെ പറയുമ്പോൾ പ്രവർത്തകരാകുന്ന നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വന്ന് 10 ദിവസമായിട്ടില്ല, വളരെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് മഹാനവറുകൾ ഇസ്ലാമിലേക്ക് 6 ആളുകളെയാണ് മെമ്പർഷിപ്പ് കൊടുത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. 6 ആളുകൾ എന്ന് പറഞ്ഞാൽ വയന്നവർ ആളുകളല്ല. بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي ഉസ്മാൻ, ത്വൽഹ, സുബൈർ, സഅദ്, അബ്ദുറഹ്മാൻ, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹും. ഈ അശ്റത്തുൽ മുബശ്ശർ, സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട 10 ആളുകളിൽ 6 ആളുകളെയും ചിലറക്കാരല്ലോ 10 ദിവസം കൊണ്ട് മെമ്പർഷിപ്പ് കൊടുത്ത് ചേർത്തിയതാണ്. പിന്നെ ഒരാൾ സിദ്ദീഖുള്ളാഹിനാണ്, അയാളായല്ലോ. ബാക്കി 3 ആളല്ലേ ഇതിലില്ലാത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഒരു പ്രവർത്തകനെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഒരു ഉറച്ച വിശ്വാസ, ഈ ആദർശ പ്രസ്ഥാനത്തിൽ നമ്മൾ എത്ര ആളുകളെ കൊണ്ടുവന്നു? നമ്മൾ ആകെ ചെയ്ത പണി കുറച്ച് ഫിത്ന ഉണ്ടാക്കിയിട്ടുള്ള പ്രവർത്തകരും പോയി എന്നല്ലാതെ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന ചരിത്രമുണ്ടോ? ഉണ്ടെങ്കിൽ ഫലില്ലാഹിൽ ഹംദ്. എന്നാ ഇനി ആരും വരണ്ട, ഒരാളും എന്റെ വാക്കുകൊണ്ട് പ്രസ്ഥാനത്തിൽ നിന്ന് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഗുണമെങ്കിലും പ്രസ്ഥാനത്തിനോട് ചെയ്തൂടെ? സുന്നത്ത് ജമാഅത്തിനോട് ചെയ്തൂടെ? എന്റെ വാക്കുകൊണ്ട് ആ പ്രവർത്തകൻ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് ആ കുട്ടി പോകാൻ കാരണം, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പോകാൻ കാരണം, അല്ലെങ്കിൽ ആ പ്രവർത്തകൻ നഷ്ടപ്പെടാൻ കാരണം ഇന്ന ആളുടെ സമീപനം കൊണ്ടാണ് എന്ന് നമ്മളെ പറ്റി ആർക്കെങ്കിലും, നമ്മളെ ഏതെങ്കിലും ആളെ പറ്റി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര വലിയ നഷ്ടം വേറെ ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരിഗണന അവർക്കുണ്ടാവില്ല. മഹാനവറുകൾ ചെയ്തത് ഇസ്ലാമിലേക്ക് വന്ന് 10 ദിവസം തികയുമ്പോഴേക്ക് ഈ പ്രഗത്ഭരായ 6 ആളുകളെയാണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങിയപ്പോ ശത്രുക്കളുടെ ആക്രമണവും കൂടി മുസ്ലിമായവരെ കിട്ടുന്ന മുറക്കെല്ലാം ശത്രുക്കൾ കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോ, അടിമകൾ മുസ്ലിമായാൽ ഏറ്റവും ക്രൂരമായ നിലക്ക് അവരാക്രമിക്കാൻ തുടങ്ങിയപ്പോ അവർക്കെല്ലാം താങ്ങും തണലുമായി നിന്ന നേതാവ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ബിലാൽ തങ്ങളെ ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന ക്രൂരനായ ഉടമ അവരെ കഷ്ടപ്പെടുത്തുന്ന രംഗം കണ്ടപ്പോ അബൂബക്കറെ കഴിയുമെങ്കിൽ മോചിപ്പിക്കുമോ? ഉടനെ ചെന്ന് ഉമയ്യത്ത് പറഞ്ഞ സ്വർണം കൊടുത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച മഹാനാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ചില കാഫിറുകൾ, ചില മുശ്രിക്കുകൾ അതാ ചില അപരാധങ്ങൾ പ്രയോഗിച്ചു, ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് ബിലാൽ തങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, അതല്ലെങ്കിൽ മനസ്സറിഞ്ഞ് സ്വതക്ക കൊടുത്തതല്ല. അത് പണ്ട് ബിലാലുമായിട്ടൊരു ഇടപാടുണ്ടായിരുന്നു, അല്പം സിദ്ദീഖ് കൊടുക്കാനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇടപാട് തീർത്തതാണ് എന്ന ആരോപണം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഇഖ്ലാസോടുകൂടെയുള്ള പ്രവർത്തനത്തിനെതിരെ വന്നപ്പോ അല്ലാഹു തആല മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ഇറക്കിയ ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്. വസയുജന്നബുഹൽ അത്ഖല്ലദി യുഅതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. പരിശുദ്ധ
ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ ഇഖ്ലാസിന് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. അത്ര വലിയ മഹാൻ, ആയത്തിറങ്ങാൻ മാത്രം വലിയ മഹാൻ. ആയത്തിന്റെ ആശയം എന്താണ്? വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. അങ്ങനെ പണ്ടുള്ള ഇടപാടിന്റെ പേരിൽ തീർത്തതൊന്നല്ല. ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംഭാവന കൊടുത്തതാണ് എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. ആ സൂറത്ത് കഴിയലോടുകൂടെ വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സത്യം ചെയ്യുന്ന സൂറത്താണ് വല്ലൈലി ഇദാ സജാ. അവിടത്തെ ശഅർ മുബാറക്കിനെ വിളിച്ച് സത്യം ചെയ്യുന്ന സൂറത്താണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ നമുക്കത് കാണാൻ കഴിയും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആയത്തിറങ്ങുന്നു. അത് കഴിയലോടുകൂടെ മുത്തുനബിയെ പറ്റി വീണ്ടും പറയാൻ ആ ബന്ധമാണ് ആ രണ്ട് സൂറത്തുകളും കാണിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മാത്രം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. നിങ്ങൾ നോക്കൂ, അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. ഹിജ്റ പോകുന്ന സമയം മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞു, എല്ലാവർക്കും അറിയാം. ആ ഇടയിലാണല്ലോ നബി തങ്ങൾക്ക് അല്ലാഹുവിന്റെ സമ്മതം കിട്ടുന്നത്, അങ്ങനെ ഹിജ്റ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഏകദേശം മദീനയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ശത്രുക്കൾ മനസ്സിലാക്കി, മുശ്രിക്കുകൾ മനസ്സിലാക്കി, ഇനി ഏതായാലും മൂപ്പരും പോകും എന്നവർക്ക് ധാരണയായി. അതുകൊണ്ട് മൂപ്പരെ പോകാൻ സമ്മതിക്കാൻ പറ്റൂല, തടയണം. അങ്ങനെയാണ് ഓരോ പ്രഗത്ഭരായ കുടുംബത്തിൽ നിന്നും ഓരോ മെമ്പർമാരെ വെച്ചുകൊണ്ട്, എന്നാ പിന്നെ കുടുംബക്കാർ പ്രശ്നം ഉണ്ടാക്കൂലല്ലോ, എല്ലാരിൽ നിന്നും മെമ്പർമാരെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വീട് വളഞ്ഞു. ആ സമയത്താണ് സൂറത്ത് യാസീൻ ഓതുന്നത്. ഫഹും ലാ യുബ്സിറൂൻ. ഒരു പിടി മണ്ണ് വാരി മുത്തുനബി പുറത്തേക്ക് എറിഞ്ഞു. അവിടുത്തെ മുഅ്ജിസത്ത് മുഖേന എല്ലാവരുടെ കണ്ണുകളിലേക്കും ചെവികളിലേക്കും ആ പൊടിയെത്തി. എന്തുമാവട്ടെ, അങ്ങനെ മുത്തുനബി അവിടെ നിന്ന് ഇറങ്ങുന്ന രംഗമുണ്ട്. അതിനു മുമ്പ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യം, നബിയെ ഹിജ്റ പോകണ്ടേ? അവിടെ നിന്ന് പറഞ്ഞു, ലാ തഅജൽ, അബൂബക്കറെ ധൃതി കാണിക്കല്ല. ലഅല്ലല്ലാഹു യജ്അലു ലക സ്വാഹിബാ, നിന്റെ കൂടെ ഹിജ്റ പോകാൻ അല്ലാഹു നിനക്ക് നല്ലൊരു കൂട്ടുകാരനെ തരുന്നുണ്ട്. അത് കേട്ടപ്പോഴേക്ക് ഫത്തമ അബൂബക്കറിൻ അയ്യകൂന റസൂലല്ലാഹ്, ആ കൂട്ടുകാരൻ അത് അള്ളാന്റെ ദൂതരാകണേ, മുത്തുനബിയാകണേ എന്നവിടുന്ന് വല്ലാതെ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ഖദ് അഅദ്ദ ലിദാലിക റാഹിലത്തൈനി, ഹിജ്റ പോകുമ്പോ എനിക്ക് സഞ്ചരിക്കാനുള്ളൊരു വാഹനവും മുത്തുനബിക്ക് സഞ്ചരിക്കാനുള്ളൊരു വാഹനവും സിദ്ദീഖ് തങ്ങളെ ഈ സംസാരം കേട്ടതിന് ശേഷം അവിടെ നിന്ന് ഒരുക്കിയിരുന്നു. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അങ്ങനെ ഹിജ്റയും മുത്തുനബിയുടെ കൂടെ പോകണം എന്ന് ആഗ്രഹിച്ച നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അതിനൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതെന്തുകൊണ്ടാ? എല്ലാ ശത്രുക്കളുടെയും അമ്പും വാളും നബിതങ്ങളുടെ തലക്ക് നേരെ വരുന്ന സമയം കൂടിയാണ്. അതും കൂടി നമ്മൾ ഓർക്കണം. അപ്പോഴാണ് അതിന്റെ പ്രസക്തി വർദ്ധിക്കുക. ആ സമയത്ത് മുത്തുനബിയുടെ കൂടെ പോകാൻ എല്ലാ സ്വഹാബത്തിനും താല്പര്യം, ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ ധൈര്യം ഉണ്ടാവില്ല. ആ ധൈര്യവും കൂടി കാണിച്ച മഹാനായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ ബദറിന്റെ തലേ ദിവസം മുത്തുനബിയുടെ പന്തലിന്, മുത്തുനബിയുടെ ഖൈമക്ക് ആര് രാത്രി കാവൽ നിൽക്കും? ഒരു ചില്ലറല്ല. കാരണം അവസരം കിട്ടിയാൽ ശത്രുക്കൾ അവിടെ എരച്ചു കയറാൻ സാധ്യതയുണ്ട്. ആരും ധൈര്യപ്പെടൂല. ആ സമയത്ത് ഏറ്റെടുത്ത ഒരു മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ആഗ്രഹിച്ചതുപോലെ അല്ലാഹുവിന്റെ പെർമിഷൻ ലഭിച്ചു. അവർ രണ്ടുപേരും ഹിജ്റ പോകുന്നു. ആ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടക്ക് മുത്തുനബിയുടെ മുമ്പിൽ നടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ബാക്കിലേക്ക് വരുന്നു. പിന്നെ അല്പസമയം ബാക്കിൽ നടക്കുന്നു. ഇത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, യാ അബൂബക്കർ മാലക തംശീ സാഅതൻ ബൈന യദൈ
വസാഅതൻ ഖൽഫി. എന്താ അബൂബക്കർ ഇങ്ങനെ മാറി മാറി കളിക്കുന്നത്? ചില സമയത്ത് എൻ്റെ മുന്നിലാണ്, ചില സമയത്ത് എൻ്റെ പിന്നിലാണ്. അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, മുന്നിൽ നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് പറയാണ്, ആരെങ്കിലും ബാക്കിൽ വന്ന് നബി തങ്ങളെ ആക്രമിക്കുമോ? അപ്പൊ ഞാൻ ബാക്കിൽ വന്ന് നിൽക്കും. ബാക്കിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയാണ്, മുന്നിൽ വന്ന് ആരെങ്കിലും മുത്ത് നബി ആക്രമിക്കുമോ? എൻ്റെ നബി തങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല. അബൂബക്കറിന് എന്തു സംഭവിച്ചാലും മുത്ത് നബിക്കൊന്നും സംഭവിച്ചുകൂടാ. ആ നിലക്കാണ് നബിയെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്തൊരു മഹബത്താണ്, എന്തൊരു സ്നേഹമാണ്. ആ സ്നേഹം കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ആ മഹബത്ത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ അരികിലെത്തിയില്ലെങ്കിലും അല്പമെങ്കിലും ഒന്ന് മഹബത്ത് കിട്ടണമെന്ന നിലക്കാണ് നമ്മൾ മൗലിദ് ഓതുന്നത്, അവിടത്തെ മദ്ഹ് പാടുന്നത്, അവിടത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്, അവിടത്തെ പേരിൽ സ്വലാത്തുകളും മറ്റും നടത്തുന്നത്, നബിദിനാഘോഷം നടത്തുന്നത്, റാലി നടക്കുന്നത്, റാലിയിൽ കൊടിപിടിക്കുന്നത്. മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കാലിന് പരിക്ക് പറ്റിയപ്പോ ചുമലിലേറ്റി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമലിലേറ്റി. 50 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്ന് മുത്തുനബിക്ക് വയസ്സ് 53 3 വയസ്സ് കൂടുതലാണ് മഹാനായ മുത്തുനബി തങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാളും. 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അല്പസമയം നമ്മൾ എടുത്താൽ തന്നെ നമ്മളെ കൈ പ്രയാസപ്പെടൂലേ, വേദനിക്കൂലേ? എന്നാൽ 53 വയസ്സുള്ള ഹബീബായ മുത്തുനബിയെ 50 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുമലിലേറ്റി നടന്ന ചരിത്രം ഇസ്ലാമിലുണ്ട്. അങ്ങനെ മുത്തുനബിയെ തന്നെ മഹബത്തിന് വേണ്ടി ചുമലിലേറ്റിയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയായി മുത്തുനബിയെ ചുമലിലേറ്റാൻ നമുക്ക് ഭാഗ്യമില്ല. എന്നാൽ അതിന്റെ പേരിൽ ഒരു കൊടിയെങ്കിലും ചുമലിലേറ്റാ നമുക്ക് ഭാഗ്യം കിട്ടിയതിനെ ചോദ്യം ചെയ്യുന്നവന് ഈമാനില്ല. ഇങ്ങനെ നബിദിനാഘോഷത്തിന് കൊടി പിടിച്ച് നടക്കാൻ എന്താ തെളിവ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തക്കണോ? റബീഉൽ അവ്വൽ 12-ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോളിൽ ഇങ്ങനെ കൊടി പിടിച്ച് നടന്നിട്ടുണ്ടോ? മറുപടി, കൊടി പിടിച്ചിട്ടില്ല. നബി തങ്ങളെ തന്നെ തോളിലേറ്റിയാ നടന്നത്. പിന്നെ കൊടി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കത് കിട്ടാത്തത് കൊണ്ട് ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ആ മഹബത്തിന്റെ ഭാഗമായി നമ്മൾ കൊടി പിടിച്ചേ ഉള്ളൂ. സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ചെയ്യാൻ കഴിയൂല. ആ ചോദ്യം തന്നെ തെറ്റാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ അങ്ങനെ ചെയ്യാൻ കഴിയൂല. കാരണം അവർ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. മുത്തുനബി അവിടെ മുന്നിലുണ്ടാവുമ്പോ പിന്നെ മഹബത്ത് പ്രകടിപ്പിക്കാൻ നബി തങ്ങളെ നിങ്ങളൊന്നാണ് മാറിക്ക്, ഞങ്ങൾ റാലി എടുത്തിട്ട് എന്ന് പറഞ്ഞതിന് വലിയ അർത്ഥമുണ്ടോ? നബി തങ്ങൾ നിങ്ങൾ നടത്തുന്ന പോലെ റാലി നടത്തിയിട്ടുണ്ടോ? ആ ചോദ്യം തന്നെ ശരിയല്ല. നമ്മൾ എന്തുകൊണ്ടാണ് റാലി നടത്തുന്നത്? മുത്തുനബിയെ ഒന്ന് കാണാനാണ്, നബിതങ്ങളൊന്ന് കണ്ടുമുട്ടാനാണ്, സ്വപ്നത്തിലും യഖ്ലത്തിലൊന്ന് കണ്ടുകിട്ടാനാണ്, നബിതങ്ങളുടെ ചാരത്തൊന്ന് എത്താനാണ്, നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിലൊന്ന് കഴിയാനാണ്. ഇതിനാ നമ്മൾ റാലി നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നാളെ റാലി തീരുമാനിച്ചു. അപ്പൊ ഓമച്ചപ്പോയിൽ 7 മണിക്ക് ഒരു ഉദാഹരണം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ റാലി നടത്താനാ നിൽക്കുക, മുത്തുനബിന്റെ അടുത്തേക്കാ പോവാ? അങ്ങോട്ടല്ലേ പോവാ? റാലിന്റെ ആവശ്യമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റാലി നടത്തില്ലേ, അത് വേറെ ചർച്ചയാണ്. അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നബി തങ്ങളെ തന്നെ മുന്നിൽ കിട്ടുമ്പോ നിങ്ങളൊന്നാണ് മാറിക്ക് ഞങ്ങൾ മഹബത്തിന് റാലി എടുത്തിട്ടെ എന്ന് പറഞ്ഞത് പ്രസക്തമല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം ചോദ്യം ചോദിക്കുന്നവർ വിവരമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു അറിയാതെ പെട്ടുപോയവരുടെ കൽബ് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ അവരുടെ ഷർറിനെ തൊട്ട് അള്ളാഹു നമ്മുടെ കൽബിനെ അള്ളാഹു സംരക്ഷിച്ച് മരണം വരെ ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കുമ്പോൾ ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ മുത്തുനബിയെ ചുമലിലേറ്റിയ സംഭവം ഹിജ്റയിലുണ്ട്. ആ ഗുഹയിൽ കടന്ന സംഭവം എല്ലാവർക്കും അറിയാം. പലപ്പോഴും നമ്മളത് പറയുന്നതാണ്. അവിടെ ആ വിഷയത്തിലേക്കേ പോകുന്നില്ല. ആ ഗുഹയിൽ നടന്ന് മഹാനായ നബി തങ്ങളോട് മക്കാനൊക്കെ യാ റസൂലല്ലാഹ്, നബി അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ഉള്ളിൽ കയറട്ടെ, അവിടെയുള്ളതെല്ലാം ഒന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പേടിയില്ല, അവിടുന്ന് ഭയമില്ല. എന്തുകൊണ്ട്? മഹാനവറുകൾക്ക് അവരുടെ ശരീരത്തെ പേടിയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറൂല. മഹാനവറുകൾക്ക് ആകെ ടെൻഷൻ
ടെൻഷനേ ഉള്ളൂ, മുത്തുനബിക്ക് വല്ലതും പറ്റുമോ എന്ന ടെൻഷനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളൂ. അതുകൊണ്ടല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ആ മക്ക ആ മുശ്രിക്കുകൾ, ആ പാറയുടെ മുകളിലുള്ള ആ മുശ്രിക്കുകൾ അവരുടെ കാലിലേക്കൊന്ന് നോക്കിയാൽ അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിലൂടെ നമ്മളെ കാണുമല്ല നബിയേ. ലൗ അന്ന അഹദഹും നളറ ഇലാ ഖദമൈഹി അബ്സ്വറനാ. അപ്പ നബി തങ്ങൾ പറഞ്ഞു, യാ അബൂബക്കർ മാ ളന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. ഒരു നേതാവ് അങ്ങനെയാണ്. അനുയായികൾ പേടിച്ചു നിൽക്കുമ്പോ, അനുയായികൾ ഭയന്നു നിൽക്കുമ്പോ അവർക്ക് ധൈര്യം കൊടുക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. അവിടെന്ന് പറഞ്ഞു, അബൂബക്കറേ മാ ളന്നുക ബിസ്നൈനി, എന്താ നിങ്ങളെ വിചാരം? നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണോ നിങ്ങളെ വിചാരം? അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു നമ്മുടെ കൂടെയില്ലേ അബൂബക്കറേ. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇത് അഖ്റജഹുൽ ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ വജഅല കലിമത്തൽ ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ വല്ലാഹു അസീസുൻ ഹകീം. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ആ ചൊല്ലൽ മറക്കണ്ട വെച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ പറയുന്നത്. പഴയ കാലത്ത് ആ ചൊല്ലലൊക്കെ ഇപ്പൊ നിന്നതുകൊണ്ട് വല്യ സാർ റയീസുലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരെടുക്ക് പറയും, ആ പഴയ വയതിലുള്ള വിഷയങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയും. നമുക്കൊക്കെ നേരമില്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഫൈന ഖൈറൽ ഹദീസി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ട് വയസ് പറയരുത് എന്ന് പറയും. നമ്മൾ പിന്നെ ആകെ ഒരു മണിക്കൂറെല്ലാം കിട്ടുള്ളൂ, അതിൽ കുറേ വിഷയങ്ങൾ പറയണമെന്ന് കരുതി. അങ്ങനെ ഉണ്ടല്ലോ, പരമ്പരയായിട്ട് വയസ് കിട്ടണമെങ്കിൽ നമുക്കതൊക്കെ ചൊല്ലാം എന്ന നിലയ്ക്ക് നമ്മളൊക്കെ അത് ഒഴിവാക്കും. അതൊക്കെ എൻ്റെ ഒരു ബറക്കത്താണ്. അല്ലാഹു അങ്ങനെ തന്നെ നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആല നോക്കൂ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ ആയത്തിനെ വിശദീകരിച്ച് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ലാ തഖഫ് എന്നല്ല പറഞ്ഞത്. അബൂബക്കർ പേടിക്കണ്ട. എന്തുകൊണ്ട് അങ്ങനെ പറയാതിരുന്നത്? സിദ്ദീഖ് തങ്ങൾക്ക് പേടില്ല. അവിടത്തെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള വിഷയത്തിൽ പേടി ഉണ്ടായിട്ട് വേണ്ടേ? പേടിയുണ്ടെങ്കിൽ ആ ഉള്ളിലേക്ക് തന്നെ പോകില്ലല്ലോ. മറിച്ച് അവിടത്തേക്കുണ്ടായിരുന്ന ആകുള്ള വിഷയം എന്താ? നബിതങ്ങൾക്ക് വല്ലതും പറ്റുമോ എന്നുള്ള ഒരു വ്യത, ഒരു സങ്കടം, ആ ഒരു ടെൻഷൻ മാത്രമേ മഹാനവറുകൾക്കുള്ളൂ. അതുകൊണ്ടാണ് ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ ആ പ്രയോഗം പോലും നടത്തിയത്. കാരണം നബിതങ്ങൾക്ക് വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് അത് 100% പെർഫെക്റ്റ് മഹബ്ബത്താണ് എന്ന് മുത്തുനബി വരെ അംഗീകരിച്ചതാണ്. അല്ലാഹു തആല അംഗീകരിച്ചതാണ്. ഏതായാലാവട്ടെ, അങ്ങനെ അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിൽ ഹിജറ കഴിഞ്ഞ് എത്തുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതേ അവർ എത്തിപ്പിടിച്ച ഉയരങ്ങൾ നോക്കിയാൽ ഒരു സ്വഹാബിക്കുമല്ല, ലോകത്തൊരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങൾ കീഴടക്കിയ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ മുത്തുനബിയുടെ മന്ത്രിയായിരുന്നില്ലയോ? ഹിജ്റയിലും വറുസൂറിലും ബദറിലും അവസാനം അവിടത്തെ ഖബറടക്കത്തിൽ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമൻ സിദ്ദീഖ് തങ്ങളാണ്. അവിടുന്ന് വഫാത്തിന്റെ സമയമായപ്പോ അവിടുന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇദാ മിത്തു വഫറതും മിൻ ജിഹാസി, ഞാൻ മരിച്ച് എന്നെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് എൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞാൽ ഫഹ്മിലൂനി ഇലാ ബാബില്ലദീ ഫീഹി ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എൻ്റെ ശരീരം കൊണ്ടുപോയി ഹബീബായ മുത്തുനബിയുടെ റൗളയുടെ വാതിലിന്റെ മുമ്പിൽ വെക്കണേ.
എന്നിട്ട് അവിടെ എൻ്റെ ശരീരം വെച്ചിട്ട് നിങ്ങൾ വഫാത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തണേ, വഫാത്തായ നബി തങ്ങളോട് സഹായം ചോദിക്കണേ. എങ്ങനെയാ ചോദിക്കേണ്ടത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനു, ഇത് അബൂബക്കറാൻ, അങ്ങയുടെ ചാരത്ത് കിടക്കാൻ സമ്മതം ചോദിക്കാവുന്നതാണ് എന്ന് നിങ്ങൾ വഫാത്തായ മുത്തുനബിയോട് സഹായം ചോദിക്കണേ. ഇസ്തിഗാസ നടത്താൻ പഠിപ്പിച്ച നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചുരുക്കി പറയട്ടെ, മഹാനവറുകൾ വിട പറഞ്ഞു, സ്വഹാബത്ത് അതുപോലെ ചെയ്തു. ആ കബറിങ്ങൽ കൊണ്ടുപോയി വെച്ചിട്ട് ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനു, അതങ്ങ് പറഞ്ഞ് സഹായം തേടിയപ്പോഴേക്ക് ഫസുമിയ ഹാത്തിഫും മിൻ ദാഖിലിൽ ബൈത്ത്, ആ റൗളയിൽ നിന്ന് മുത്തുനബിയുടെ മറുപടി വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖ്. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ, ഞാൻ ഏറ്റവും മഹബത്ത് വെച്ച എൻ്റെ അബൂബക്കറിനെ ഞാൻ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എൻ്റെ അബൂബക്കറിനെ എൻ്റെ ചാരമറവ് ചെയ്യൂ എന്ന് അവിടുന്ന് മറുപടി കിട്ടിയപ്പോ അവിടെ തന്നെ അതാ മറവ് ചെയ്യുകയാ. ഖബറടക്കത്തിൽ പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രണ്ടാമനാകാൻ ഭാഗ്യം കിട്ടിയ ലോകത്തെ ഒരേ ഒരാളുള്ളൂ, അത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമൂ മിനൽ ബരിയത്തി ലം യഅദിൽ ബിഹി റജുലാ. എന്തൊരു വലിയ സ്ഥാനമാണ്. അല്ലാഹു അവരുടെ പറഞ്ഞ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഏത് വിഷയത്തിലും മഹാനവറുകളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപന്തിയിൽ രണ്ടാമനായി അവിടെ നിന്നിരുന്നു എന്നാണ്. ഏത് വിഷയത്തിൽ നിങ്ങൾ നോക്കൂ, മുത്തുനബിക്ക് വയ്യാതായപ്പോ മിഹ്റാബിൽ ഇമാം നിർത്തിയത് ആരെയാണ്? വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖദ്ദിമു അലൈഹി അഹദാ. ആ ഭാഗ്യം കൊടുത്തതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് അല്ലേ? മിഹ്റാബിൽ നിന്ന സംഭവം, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഇമാമത്ത് നിൽക്കാൻ പറയുന്ന രംഗൊക്കെ നമ്മൾ കേട്ടതാണല്ലോ ഹദീസിൽ ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്ര വലിയ സ്ഥാനം. അഥവാ നബി തങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ഒന്നാം സ്ഥാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് പല രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇനിയോ മഹാനവറുകൾ മുത്തുനബി എന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന മഹാനാണ്. അതാണല്ലോ മുഅ്മിനീങ്ങളുടെ ശൈലി. അല്ലാഹുവും അവന്റെ തിരുദൂതരും പരിശുദ്ധ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തലാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശൈലി. സുബ്ഹാനല്ലാഹ്, അത് തെരഞ്ഞെടുപ്പിന്റെ പേരിലായാലും ആഘോഷത്തിന്റെ പേരിലായാലും മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ടും തട്ടമിടാതെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഏത് തെരഞ്ഞെടുപ്പിന്റെ പേരിലായാലും അല്ലാഹു അനുവദിച്ചിട്ടില്ല. നബി തങ്ങളോട് ഇഷ്ടമുണ്ടോ, സിദ്ദീഖ് തങ്ങളോട് ഇഷ്ടമുണ്ടോ, അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ, ഒരു മുഅ്മിനായ സ്ത്രീകൾക്കും ഏത് ആഘോഷത്തിന്റെ പേരിലായാലും ഹറാം അനുവദിക്കൂല. ഒരു പുരുഷനും ഹറാം അനുവദിക്കൂല. അത്തരം ആഘോഷങ്ങളിൽ നിന്ന് നമ്മൾ സഹോദരിമാരെ വിട്ടുനിൽക്കണം. നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം. നമ്മളെ പേരമക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോഴുള്ള വീഡിയോകളൊന്നും കണ്ട് അത്ഭുതപ്പെടുകയാണ് അല്ലേ? എത്ര ഉമ്മമാര്, മക്കൾക്ക് നന്മ പകരേണ്ട ഉമ്മമാര്, ആ ഉമ്മമാര് ഇറങ്ങി തുള്ളിക്കളിക്കാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ. ഖബറിലേക്ക് പോകുമ്പോ രാഷ്ട്രീയക്കാരുണ്ടാകൂല. ഖബറിൽ കിടക്കുമ്പോ രാഷ്ട്രീയക്കാര് വരൂല. ഊരിരുട്ടിൽ കിടക്കുമ്പോ ഫർദം വഹീദാ, കൂരിരുട്ടിൽ ഒന്ന് എഴുന്നേൽക്കാൻ സൗകര്യമില്ല.
ഊരവേദനയുണ്ടെങ്കിൽ ഒന്ന് നിവർന്നിരിക്കാൻ സൗകര്യമില്ല, പേടി വന്നാൽ വിളിക്കാൻ കഴിയൂല, വിളിച്ചാൽ ആരും വരൂല. അങ്ങനെയുള്ള ആ ഖബർ കേട്ട് കരഞ്ഞവരല്ലേ മുൻഗാമികൾ മുഴുവനും. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. മെടക്ക് പകരം മാളമാ സുബ്ഹാനാ. ബാക്കിങ്ങൾ പാടി എല്ലാം വരും. ഞാൻ പാടുന്നത് ശരിയല്ലല്ലോ, എനിക്ക് ഓർമ്മയിട്ടില്ല, അതുകൊണ്ടാണ്. റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. അല്ലാഹു സുബ്ഹാനഹു ദർസിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ നോക്ക് നിങ്ങള്, മുൻഗാമികൾ മുഴുവനും ഖബർ കണ്ട് കരഞ്ഞവരാണ്. ആനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖബർ കാണുമ്പോ കരഞ്ഞ് കരഞ്ഞ് താടിയിലൂടെ wudu എടുത്ത് വെള്ളം ഒലിക്കുന്നത് പോലെ കണ്ണുനീരൊലിച്ചിരുന്നു എന്ന് കണ്ടിട്ടില്ലേ? നിങ്ങൾ നരകത്തെക്കുറിച്ച് മുത്തുനബി പറയുമ്പോൾ ഇത്ര കരഞ്ഞത് കണ്ടിട്ടില്ല, നരകക്കുണ്ടിനെ വിശദീകരിച്ചപ്പോൾ ഇത്ര കരഞ്ഞത് കണ്ടിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഖബർ കാണുമ്പോൾ ഇത്ര കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അതിന് കാരണം മുത്തുനബി പറഞ്ഞ വാക്കാണ്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മരണശേഷമുള്ള ഒന്നാമത്തെ വീട് ഖബറാണ്. ഫമൻ നജാ മിന്നു ഫമാ ബഅദഹു ഐസറു. ആ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ബാക്കിയുള്ള വീടുകളെല്ലാം വളരെ സന്തോഷമാണ്. ഫമൻ ലം യൻജു ഫമാ ബഅദഹു അശദ്ദു. രക്ഷ കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ളതെല്ലാം പ്രയാസമാണ്. ഈ ഉസ്മാന്റെ ഖബർ രക്ഷപ്പെടുമോ എന്ന് ചിന്തിച്ച് കരഞ്ഞതാണ്. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു? ഉസ്മാനും ഫിൽ ജന്ന. ഉസ്മാൻ സ്വർഗ്ഗത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിച്ച നേതാവാണ്. ആ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം കിട്ടിയ മഹാന്മാര് പോലും ഖബർ കണ്ട് കരഞ്ഞവരാണ്. ആ ഖബറിലേക്ക് രാഷ്ട്രീയക്കാര് വരൂല, ആ ഖബറിലേക്ക് ഒരു വോട്ടർമാരും വരൂല, ഒരു പാർട്ടിയും വരൂല. ആ ഖബറിൽ ഈമാനോടുകൂടെ ജീവിച്ച ഉമ്മയാണോ, ഈമാനോടുകൂടെ ജീവിച്ച പെങ്ങളാണോ, ഈമാനോടുകൂടെ ജീവിച്ച ബാപ്പയാണോ, അവർക്ക് നാളെ ഖബറിൽ വെളിച്ചമുണ്ട്, ഖബറിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഉദ്ദമിൻ അസ്ഹാബിൽ ഖുബൂർ, അതല്ലേ പഠിപ്പിച്ചത്. നാളെ ഞാനും ഖബറാളിയാണെന്ന ചിന്ത നമുക്ക് വേണം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ അല്ലാഹു ഈ മജ്ലിസിന്റെ കാരണമായി അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ചുരുക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമല്, ആ അമല് നോക്കിയാൽ നമ്മളൊക്കെ എത്രയോ ചെറിയതാണ്. സ്വർഗത്തിലെ ഓരോ കവാടങ്ങളെ കുറിച്ച് മുത്തുനബി ഇങ്ങനെ വിശദീകരിക്കുമ്പോ നിങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുന്നവർക്ക് ബാബു സ്വലാത്ത്, നോമ്പ് നോൽക്കുന്നവർക്ക് ബാബു റയ്യാൻ, സക്കാത്ത് കൊടുക്കുന്നവർക്ക് ബാബു സക്കാത്ത്, യുദ്ധം ചെയ്തവർക്ക് ബാബുൽ ജിഹാദ്, ഇങ്ങനെ വാതിൽ അങ്ങനെ പരിചയപ്പെടുത്തുമ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് അലാ മാ അലാ മൻ ദുഇയ മിൻ തിൽകൽ അബ്വാബി മിൻ ദറൂറാ ഫഹൽ യുദ്അ അഹദും മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. എല്ലാ വാതിലുകളിലൂടെയും കടക്കാൻ വിളിക്കപ്പെടുന്ന ആരെങ്കിലും അന്ന് സ്വർഗത്തിലുണ്ടാകുമോ നബിയേ? ഉണ്ടേ സിദ്ദീഖേ, വ അർജു അൻ തകൂന മിൻഹും, നീ അതിൽപ്പെട്ടതാണ് അബൂബക്കറേ എന്ന വലിയ സ്ഥാനം കൊടുത്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നോക്കൂ, എല്ലാ വാതിലിലൂടെയും കടക്കാൻ, ആ 8 വാതിലിലൂടെയും കടക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യം കിട്ടിയത് നബി തങ്ങളോടുള്ള സുഹബത്താണ്. അവിടുത്തെ ഏറ്റവും വലിയ ഈമാനാണ്, ഉറച്ച വിശ്വാസമാണ്. നമുക്കും ആ 8 കവാടം പൂതി ഉണ്ടാവില്ലേ? നമുക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ചെയ്തിട്ട് നമുക്ക് 8 കവാടം കിട്ടുമോ? അത് നടക്കൂല.
എന്നാൽ കിട്ടുന്ന ചെറിയൊരു ടിപ്സ് ഉണ്ട്. എല്ലാ പള്ളിന്റെ മുന്നിലും ഇവിടെ ചിലപ്പോൾ ഹൗദെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. വുളൂഇന്റെ ശേഷമുള്ള ആ ദുആ എന്നാൽ സ്വർഗത്തിലെ 8 കവാടം തുറക്കപ്പെടും. ബ്രാക്കറ്റിൽ ഹദീസ് എന്ന് കാണാം. ഇത് നമുക്കതൊന്ന് ചെയ്തൂടെ? ഈ 8 കവാടം ആ ഹദീസ് കൊണ്ട് ആ ദുആ കൊണ്ട് കിട്ടുമെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ? അതിന് തൗഫീഖ് വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ദുആ അതിന് വലിയ ബഹുമാനാണ്. ആ ദുആ ഒരാൾ വരുന്നാൽ പിന്നെ അത് പൊളിച്ചു കളയൂല. അതിന്റെ കൂലി പൊളിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ഈമാൻ പോകൂല എന്നാണ്. അവന്റെ ഈമാൻ പോകൂല. അത്രയും വലിയ മഹത്വമാണ് ആ ദുആക്കുള്ളത്. അത്തരം ചെറിയ ചെറിയ ടിപ്സുകൾ അള്ളാഹു ഈ ഉമ്മത്തിന് തന്ന് ബഹുമാനിച്ചിട്ടുണ്ട്. അതിൽ ഒരു ടിപ്സാണ് ലൈലത്തുൽ ഖദ്ർ. 1000 മാസം ഇബാദത്തെടുത്ത ആളെക്കാളും വലിയ ബഹുമാനം അള്ളാഹു ഈ ഉമ്മത്തിന് ഒരൊറ്റ രാവിനെ പരിഗണിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എളുപ്പമായ വഴികൾ, അതല്ല വലിയ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ ഈ വിഷയങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാം. എളുപ്പം സ്വർഗത്തിലെത്താനുള്ള വഴികൾ അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൽക്കർമ്മങ്ങളുടെ ആധിക്യം എത്ര സ്വർഗത്തിലാണ് എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അമല് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എത്ര അമല് ചെയ്യണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ആരാണെന്ന് നോമ്പ് നോറ്റവൻ? വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ആരാണെന്നൊരു മയ്യത്തിനെ അനുഗമിച്ചവൻ? ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ആരാണെന്ന് പാവപ്പെട്ടവന് സ്വതക്ക കൊടുത്തവൻ, ഭക്ഷണം നൽകിയവൻ? ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ആരാണെന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ? ഞാനത് വിശദീകരിക്കുകയല്ല. ഈ 4 ചോദ്യം ചോദിക്കുമ്പോഴും ഓരോ ചോദ്യത്തിനും അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ ഭാഗ്യം കിട്ടിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾ സ്വർഗത്തിൽ തന്നെ. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു അവിടുത്തെ ജീവിതം. അങ്ങനെ അമലുകളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒരു പിശുക്കും കാണിക്കാതെ എല്ലാ സമയവും സൽക്കർമ്മമായി ജീവിച്ചു. അങ്ങനെ മാതൃക കാണിച്ചു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഖലീഫയായിരിക്കുന്ന സമയത്ത് സ്വന്തമായി ജോലി ചെയ്തിട്ടാണ് അവിടുന്ന് ജീവിതമാർഗം കണ്ടെത്തിയത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബികൾ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഖലീഫക്ക് അതിന് വകുപ്പുണ്ട്. എന്നാൽ അത് എടുത്തിരുന്നില്ല. അവരെ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ആ ഖലീഫക്കുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ അത് തന്നെ വഫാത്താകുന്നതിന്റെ മുമ്പ് ബൈത്തുൽ മാലിലേക്ക് തിരിച്ചേൽപ്പിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രമാത്രം സൂക്ഷ്മതയുള്ള മഹാനാണ്. അവിടത്തെ ഒരു അടിമ, അല്ലെങ്കിൽ അവിടത്തെ വീട്ടിലുള്ള ഒരു മകൻ, അല്ലെങ്കിൽ ഒരു ഖാദിമ്, ആ ഖാദിമ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു കടി അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു പലഹാരം കൊണ്ടുവന്നു കൊടുത്തു. മഹാനവറുകൾ അത് മൂപ്പര് കൂടുന്നതല്ലേ എന്ന് കരുതിയിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കഴിച്ചു. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, തദ്രീമ ഹാദാ, ഇത് വാങ്ങാനുള്ള കാശ് എങ്ങനെ കിട്ടിയത് എന്ന് നിങ്ങൾക്കറിയോ? കുന്തു തകഹൻതുൽ ഇൻസാനിൻ ഫിൽ ജാഹിലിയ്യ വമാ ഉഹ്സിനുൽ എനിക്ക് അറിയൊന്നില്ലെങ്കിൽ ഒരു ജോത്സ്യന്റെ കൂടെയായിരുന്നു എന്റെ പണി. അങ്ങനെ അയാൾ എനിക്ക് തന്ന ചില്ലറ തുട്ടുകള്, ആ ചില്ലറ തുട്ടുകൾ ഞാൻ ഒരുമിച്ച് വെച്ചതായിരുന്നു. അതിൽ നിന്ന് വാങ്ങിയ ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത് എന്ന് പറയുമ്പോ
മഹാനായ സിദ്ദീഖ് തങ്ങൾ തന്റെ വിരലുകൾ വായയിലേക്ക് തിരികിയിട്ട് ഫഖാ കുല്ല ശൈഇൻ ഫീ ബത്നിഹി, അവിടത്തെ ആ കഴിച്ച ഭക്ഷണം മുഴുവനും അവിടുന്ന് ഛർദിപ്പിച്ചു കളഞ്ഞു. സൂക്ഷ്മമായ ജീവിതം. കഴിക്കുന്നത് ഹലാലായെങ്കിലേ ദുആക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. കഴിക്കുന്നത് ഹലാലായെങ്കിലേ ദുആക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അതേപോലെ നമ്മുടെ ഖൽബ് നന്നാവുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. കഴിക്കുന്നത് ഹലാലായിരിക്കണം. മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയുന്ന, മുതഅല്ലിമീങ്ങൾക്കൊക്കെ അറിയുന്ന സംഭവമാണ്. ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഇമാം ജുവൈനി തങ്ങൾ ആരാണ്? അവരെ തവസ്സുലാക്കി ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ് എന്ന് മഹാന്മാരായ ഇമാമീങ്ങൾ രേഖപ്പെടുത്തിയ ഇമാമാണ്. ആ ജുവൈനി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ. ആ ഇമാമുൽ ഹറമൈനിന്റെ ബഹുമാനം എത്രയാണ്! ശാഫിഈ മദ്ഹബിലെ മുഴുവൻ ഫിഖ്ഹി ഗ്രന്ഥങ്ങളും അതെല്ലാം അവലംബമാക്കിയത് മഹാനായ ഇമാമുൽ ഹറമൈനിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ഗസാലി ഇമാം തന്റെ കിതാബുകൾ ഉണ്ടാക്കുന്നത്. അതിനെ ചുരുക്കിയിട്ടാണ് റാഫി ഇമാം മുഹറർ ഉണ്ടാക്കുന്നത്. അതിന്റെ സംക്ഷിപ്ത രൂപമാണ് നബി ഇമാമിന്റെ മിൻഹാജ് ഉണ്ടാകുന്നത്. അതിന് എത്രയാണ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുള്ളത്! അതെല്ലാം ഉണ്ടായത് നിഹായത്തുൽ മത്ലബ് ഫീ ദറായത്തിൽ മദ്ഹബ് എന്ന ഇമാമുൽ ഹറമൈനി തങ്ങളുടെ കിതാബാണ്. മഹാനവറുകൾ ഇത്ര വലിയ ഉന്നതിയിലെത്താൻ പല കാരണങ്ങളിൽ ഒന്ന് മഹാനവറുകൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ അതാ ഒരു ബിദ്അത്തുകാരുമായി, എതിർകക്ഷികളുമായി ഒരു സംവാദം നടത്തുമ്പോൾ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ മഹാനവറുകൾ ചെറിയ ഒരു ഇടർച്ച സംഭവിച്ചു പോയി. കിട്ടുന്ന ഉത്തരം തന്നെയാണ്, എന്നാലും സംസാരത്തിൽ ചെറിയൊരു പ്രയാസം വന്നു. അപ്പൊ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചത്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞൊരു കാരണമുണ്ട്. ഞാൻ കൈകുഞ്ഞായി മുല കുടിക്കുന്ന പ്രായം, എന്റെ ഉപ്പ ഇമാം ജുവൈനി തങ്ങൾ യാത്രക്കൊരുങ്ങുന്ന സമയത്ത് എന്റെ ഉമ്മ യാത്രക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോഴാ ഞാൻ പാല് കുടിക്കാൻ വേണ്ടി വിശന്ന് കരഞ്ഞത്. അപ്പോ ഉപ്പയെ യാത്രയാക്കിയിട്ട് പാല് തരാമെന്ന നിലക്ക് ഉമ്മ വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ കരച്ചിൽ നിർത്തി. പാല് കിട്ടാതെ നിർത്താത്ത ഞാന് കരച്ചിൽ നിർത്തിയത് കണ്ടപ്പോ ഉമ്മ പണി നിർത്തിയിട്ട് വന്നു നോക്കിയപ്പോ അയൽവാസിയായ ഒരു മുഅ്മിനത്തായ പെണ്ണ് എനിക്ക് പാല് തരുന്ന, മുലപ്പാല് തരുന്ന രംഗമാണ് കാണുന്നത്. ഉടനെ എന്നെ വാങ്ങിയിട്ട് എന്റെ ഉപ്പയുടെ അരികിൽ ചെന്നിട്ട് വിഷയം പറഞ്ഞപ്പോ എന്റെ ഉപ്പ എന്റെ വായിലേക്ക് കൈയിട്ട്, അതല്ലെങ്കിൽ എന്റെ തല കീഴ്പോട്ടാക്കി പിടിച്ച് എന്നെ കുലുക്കിയിട്ട് ഞാൻ കഴിച്ച പാല് മുഴുവനും ഛർദിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇത് ഹലാലല്ലാത്ത പാലാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ കൊടുത്ത പാലാ, അത് എന്റെ കുട്ടിക്ക് ഹലാലല്ല, അതുകൊണ്ടാണ് ഞാനത് ഛർദിപ്പിച്ചു കളഞ്ഞത്. ഇമാമുൽ ഹറമൈനി തങ്ങൾ പറയുന്നു, ഞാൻ ഉറപ്പിക്കുന്നു അന്ന് എന്റെ ബാപ്പ പുറത്തേക്ക് ഛർദിപ്പിച്ചപ്പോൾ ആ കുടിച്ച പാലിന്റെ ഒരു അംശമെങ്കിലും എന്റെ വയറ്റിൽ അന്ന് ഉണ്ടായേക്കാം. അതിന്റെ കാരണമാണ് എനിക്ക് ഈ ഒരു പ്രയാസം ഇന്നുണ്ടായത് എന്ന് മഹാനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. ദുആക്ക് ഉത്തരം വേണോ? കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. ഹറാമായതൊന്നും സമ്പാദിക്കരുത്. മാനവത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഒന്ന് രണ്ട് ഹദീസുകൾ പറയാൻ നിർത്താൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വബൈന മാ ഇൻദഹു. അല്ലാഹു തആല ഒരു അടിമക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ദുനിയാവ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അള്ളാന്റെ അടുക്കലുള്ള സുഖങ്ങൾ തിരഞ്ഞെടുക്കുക. ഫഖ്താറ മാ ഇൻദല്ലാഹ്. ആ അടിമ അള്ളാന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വഅദ് പറഞ്ഞപ്പോ ആർക്കും മനസ്സിലായില്ല. ഫബകാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇതങ്ങ് മുത്തുനബി പറഞ്ഞപ്പോ
സിദ്ദീഖ് തങ്ങളങ്ങ് പൊട്ടി പൊട്ടി കരഞ്ഞു. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ നഫ്സിൽ ഇങ്ങനെ ചോദിച്ചു, മാ യുബികി ഹാദ ശൈഖ്, എന്തിനാണ് കരയുന്നത്? സുബ്ഹാനല്ലാഹ്, വിഷയമെന്തായിരുന്നു ചുരുക്കി പറയട്ടെ. ആ അബ്ദ് മുത്തി നബി തങ്ങളാണ്. നബി തങ്ങൾ വഫാത്താകാൻ അടുത്തു എന്നതിന്റെ സൂചനയാണ്. അത് മനസ്സിലായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം വകാന അബൂബക്കറിൻ അഅലമനാ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള മുത്തുനബിയുടെ ഓരോ വാക്കിനും അർത്ഥം വെക്കാൻ കഴിയുന്ന നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി വഫാത്തായപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ നിയന്ത്രണം വിട്ടപ്പോ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ട് ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ എന്ന് മുത്തുനബിയോട് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ ഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അമ്മൽ മൗതത്തുല്ലതി ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതത്തൈനി. മുത്തുനബിയുടെ അരികിൽ വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, രണ്ട് മരണം അല്ലാഹു ഒരാൾക്ക് വെച്ചിട്ടില്ല. ഫഅമ്മൽ മൗതത്തുല്ലതി കുതിബത് അലൈക ഫഖദ് മുത്തഹാ, അല്ലാഹു നിങ്ങൾക്ക് കണക്കാക്കിയ മരണം അത് സംഭവിച്ചു കഴിഞ്ഞു, അത് അല്ലാഹു നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് സ്വഹാബത്തൊക്കെ അത് മനസ്സിലാക്കി അടങ്ങിയത്. അങ്ങനെ ഏത് വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പൂർണ്ണമായ മഹബത്ത് വെച്ചവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു മഹബത്തുണ്ട്, പക്ഷേ ആ മഹബത്തിന്റെ പേരിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനേക്കാളും വലിയ ആളാണ്, അതിൽ കമാല് കിട്ടിയ ആളാണ്. അതുകൊണ്ട് 100% മഹബത്ത് പ്രകടിക്കുമ്പോൾ തന്നെ അതിനെ നിയന്ത്രിക്കാനും മഹാനവറുകൾക്ക് സാധിച്ചു എന്നത് മഹാനവറുകളുടെ സ്ഥാനം വർദ്ധിപ്പിക്കുകയാണ്. അത്രയും വലിയ മഹാനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ആ ഉമ്മത്തിന്റെ സാരഥ്യം ഏറ്റെടുത്ത് 2 വർഷവും 3 മാസവും 8 ദിവസവും ഖലീഫയായി മഹാനവറുകൾ നിലകൊണ്ട് തന്റെ 63-ാം വയസ്സിൽ ഹിജ്റ 13-ന് ജുമാദൽ ഉഖ്റ 22-ന് തിങ്കളാഴ്ചയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. സ്വഹാബികളോട് മുശാവറ ചെയ്തു. അടുത്ത ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു തന്നെ വസിയത്ത് ചെയ്തതും മറ്റു സൂചിപ്പിച്ചതും കാണാം. അങ്ങനെ അവസാനം തവഫനി മുസ്ലിമൻ, എന്നെ ഒരു പ്രവർത്തകനായി മരിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. എന്നാൽ ആ സമയത്തും ദുആ അതായിരുന്നു, ഒരു പ്രവർത്തകനായി നീ എന്നെ മരിപ്പിക്കണം അല്ലാഹ്. മഹദിയായ അവിടുത്തെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹയാണ് കുളിപ്പിച്ചത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചാരത്ത് രണ്ടാമനായി നമുക്ക് അവിടെ ചെന്നാൽ രണ്ടാമത്തെ സലാം ലി അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇത്രയും വലിയ ബഹുമാനം അല്ലാഹു തആല മഹാനവറുകൾക്ക് കൊടുത്തത് തന്റെ ജീവിതം അത് മുത്തുനബിക്ക് വേണ്ടി ജീവിച്ചു എന്നതാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു എന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ദീനിനു വേണ്ടി ജീവിക്കുമ്പോൾ അവരുടെ സ്മരണ ലോകത്തെ എല്ലായിടത്തും ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, നാളെ അഥവാ ഡിസംബർ 18 നാളെ ലോക അറബിക് ഡേ ആണ്. ആ ദിവസത്തിൽ നാളെ കൃത്യം 1 മണി മുതൽ ഏകദേശം 4:30-5 മണി വരെ ബഹ്റുൽ ഉലൂം ഉസ്താദുൽ അസാതീദ്, ഇവിടത്തെ എല്ലാ ആലിമീങ്ങളുടെയും ഇന്നത്തെ ഒന്നുകിൽ നേരെ ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് മഹാനായ ബഹ്റുൽ ഉലൂം ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരെ പഠിക്കുകയാണ് നാളെ 1 മണി മുതൽ ഈ കേരളീയ ലോകം. അതുകൊണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാരണവന്മാരൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ അവിടെ എത്തണം.
ആ പാലത്തിന്റെ അവിടെ വണ്ടി നിർത്തിയാൽ മതി, നേരെ ഓഡിറ്റോറിയാണ്, എന്റെ അപ്പുറത്തേക്ക് പോകണ്ട, അവിടെ ക്യാമറയിലും പതി എന്ന് വിചാരിച്ചിട്ട് ആരും ഹെൽമെറ്റ് ചെയ്യാതെ വരണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ആ പരിപാടിയിൽ അതിന് വേറെ പ്രത്യേകതയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മഹാനായ റഈസുൽ ഉലമ, അതുപോലെ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ, ട്രഷറർ താജുൽ മുഹഖഖീൻ മഹാനായ കൂട്ടൂർ ഉസ്താദ്, ഈ 3 പേരും സമസ്തയുടെ ഈ 3 സാരഥികളും മഹാനായ ബഹറുൽ ഉലൂം ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമായ ആ വലിയ നേതൃത്വത്തെ മഹാനായ ഉസ്താദുൽ അസാതീദിന്റെ ആ സ്മരണ പുതുക്കുന്ന, ആ സ്മരണ അയവിറക്കപ്പെടുന്ന മജ്ലിസിൽ തന്നെയല്ലേ ആദരിക്കേണ്ടത്? അതുകൊണ്ട് മുസ്ലിം ലോകം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അവിടെ കീഴടങ്ങളായ എല്ലാ സംഘട കുടുംബങ്ങളും ചേർന്ന് ആ 3 ആലിമീങ്ങളെ പണ്ഡിതന്മാരെ ആദരിക്കുകയാണ്. ആ മുഹൂർത്തം ജീവിതത്തിൽ ഇനി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആ മുഹൂർത്തത്തിനും നമ്മൾ സാക്ഷിയാവാൻ നിങ്ങളൊക്കെ നാളെ ആ റോസ് ലോഞ്ചിലേക്ക് നാളെ 1 മണിയാകുമ്പോഴേക്ക് എത്തണം എന്ന് ഓർമ്മപ്പെടുത്തി, അല്ലാഹു തആല ആ മഹാനവറുകളുടെ ദറജ അല്ലാഹു ഉയർത്തട്ടെ. അവരുടെ ബറക്കത്തുണ്ട് അല്ലാഹു നമ്മളെ മജ്ലിസ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ ഇന്നത്തെ പായസം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വകയാണ്. ഉസ്താദിന്റെ ഉപ്പയുടെ പേരിലാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. മഹാനായ ഉസ്താദിന്റെ ഉപ്പയുടെ ഖബറിലേക്ക് അതിന്റെയൊക്കെ സന്തോഷം, ഈ മജ്ലിസിന്റെ എല്ലാ സവാബും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ ഖബറിൽ ഇത് കണ്ട് നീ സന്തോഷം നൽകണേ അല്ലാഹ്. അതുപോലെ നിങ്ങളുടെയൊക്കെ കയ്യിൽ കിട്ടിയ ഭക്ഷണം നൽകിയത്, ഇതിന്റെ പേര് തന്നെ വയത്തിന്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടിയാണ്. അല്ലാഹുവേ ആ നൽകിയ ഈ ത്വആമെന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ആ വീട്ടിലും കുടുംബത്തിലും അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് മരണപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ റബ്ബേ, അവരുടെ ഖബർ നീ സന്തോഷമാക്കണേ അല്ലാഹ്. ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വല്ല തെറ്റുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ സ്വതക്കയുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് കുടുംബത്തോടൊന്നിച്ച് സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ ദുആ ചെയ്യും. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ ഉപ്പ ഉമ്മ അടക്കമുള്ള കുടുംബത്തിനൊക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന വസിയത്ത് ചെയ്ത്, വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.